മഞ്ഞപ്പൊടി ഞാൻ നോക്കി കേട്ടോ, പക്ഷെ മഞ്ഞപ്പൊടിക്കൊക്കെ ഇപ്പൊ എന്താ റേറ്റ്, അതുകൊണ്ട് പിന്നെ പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ചേച്ചി. ആർക്കും സന്തോഷമില്ല. അതിന്റെ പേരിൽ എനിക്കെതിരെ ദയവ് ചെയ്ത് വർഗീയത തുപ്പരുതേ. ഈ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ആളെ മനസ്സിലായോ ഉമ്മടെ ശോഭ ചേച്ചി, ഇപ്പോ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് തള്ളും. എന്നാ പിന്നെ തുടങ്ങല്ലേ ശോഭ? ഇപ്പോഴത്തെ ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലായി. ഇന്ന് എന്താണാവോ ഡൽഹിയിൽ നിന്ന് തുപ്പാനുള്ളത്? എന്നാ അങ്ങ് തുപ്പിക്കോ. എന്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, എവിടെ സുപ്രീം കോടതി എന്ന് പറഞ്ഞു? എന്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. ആ, എന്നാ പിന്നെ ഇന്നങ്ങ് തുടങ്ങാം. മതം, ജാതി, വർഗീയത അത് വിട്ട് കളിയില്ലല്ലോ. സംഖ്യയാണ്, സംഘിണിയാണ്, ക്ഷമിക്കുക. എന്നാ പിന്നെ നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. ഒരു കുംഭമേളയെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ തിരമാലകളെ, അതായത് AI ക്യാമറയുടെ മഹത്വത്തെ കുറിച്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രിട്ടാസ് MP നടത്തിയിട്ടുള്ള പ്രസംഗത്തിന് ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ നെറ്റിയിൽ ഈ ചന്ദനക്കുറി തൊടുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും അർത്ഥമില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇതിനൊരു മറുപടി പറയണം എന്ന് ആഗ്രഹം തോന്നിയത്. എന്നാലും എന്റെ ശോഭച്ചിയെ ഇങ്ങനെ കേരളത്തിലെ മാധ്യമപ്രവർത്തകര് ശ്രദ്ധിക്കാത്തതുകൊണ്ട് അങ്ങ് ഡൽഹി പോയിട്ട് ഇങ്ങനെ തള്ളാൻ കാണിക്കുന്ന ആ ഒരു തള്ളിസ്റ്റ് മനോഭാവം ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. ഇനി എന്നാ ബാക്കിയോട് കേക്കട്ടെ. ജോൺ ബ്രിട്ടാസിനെ പറ്റി എന്താ പറഞ്ഞേ? അമേരിക്കയിലെ ചില ആളുകളുമായിട്ട് ബ്രിട്ടാസിന് കൂട്ടുണ്ട്. അതിന്റെ ചില രേഖകൾ ഞാൻ ഇന്ന് പത്രക്കാർക്ക് കഴിഞ്ഞ കാലത്ത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്ത ചില രേഖകൾ, അത് ഞാനിപ്പോൾ ഇവിടെ ഒരു മാധ്യമപ്രവർത്തകന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അതെല്ലാം മാധ്യമപ്രവർത്തകന്മാർക്കും കൊടുക്കണം എന്നുകൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കൂട്ടത്തെ റിപ്പോർട്ടർ ചാനൽ ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ശോഭച്ചിക്ക് ദേഷ്യം വരൂട്ടാ. ഉണ്ടെങ്കിൽ ആ ബിരുദന്മാര് ചോദ്യം ചോദിക്കരുത്. നമ്മുടെ ശോഭച്ചി എന്തൊക്കെയോ ബ്രിട്ടാസിനെതിരെയുള്ള തെളിവ് നമ്മുടെ മലം ചാനലിലെ റിപ്പോർട്ടറിനായി കൊടുത്തിട്ടുണ്ടത്രേ. ഒരു കുംഭമേളയെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ തിരമാലകളെ, അതായത് AI ക്യാമറയുടെ മഹത്വത്തെ കുറിച്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് കുംഭമേളയെ പറ്റി പറഞ്ഞത് സത്യമല്ലേ ശോഭേ? എന്നാലും എന്റെ ശോഭയെ കുംഭമേളക്ക് പോയില്ലെങ്കിലും ചുമ്മാ യൂട്യൂബില് കുംഭമേള എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കേണ്ടതായിരുന്നു. നമ്മുടെ സന്യാസിമാരുടെ ഒക്കെ ഒരു ഫാഷനെ പറയാതെ വയ്യ. ഇദം നമമ രാഷ്ട്രാഹ സ്വാഹ. ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ അഖിലേഷ് യാദവ് ആദ്യം പറഞ്ഞത് നമുക്ക് ബഡ്ജറ്റ് ഒക്കെ പിന്നെ ചർച്ച ചെയ്യാം, ആദ്യം തന്നെ കുംഭമേളയെ പറ്റി സംസാരിക്കാമെന്നാണ്. ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ശോഭയോട് ഒരു കാര്യം പറയാൻ പറഞ്ഞത്. എന്തിന് വില കൂടിയാലും മഞ്ഞപ്പൊടിക്ക് വില കൂടാൻ നമ്മള് സമ്മതിക്കരുത് കേട്ടോ. സർവേഭി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുവേദ. ബാക്കിയോട് പറയാ. കുംഭമേള വേണ്ടെങ്കിൽ, സന്യാസിമാരെ വേണ്ടെങ്കിൽ, ഭഗവത്ഗീത വേണ്ടെങ്കിൽ, രാമായണം വേണ്ടെങ്കിൽ, ശബരിമലയിലെ തിരുസന്നിധിയിലെ ഭണ്ഡാരപ്പെട്ടി ഒഴിവാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും തയ്യാറാകണം. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ചിട്ടുള്ള കാണിക്കപ്പെട്ടി ഒഴിവാക്കാൻ ഇവിടുത്തെ ഭരണകൂടം, കേരളത്തിന്റെ ഭരണകൂടം നിങ്ങൾ തയ്യാറാകണം. എന്തോട്ട് കള്ളൊക്കെയാണ് എന്റെ ശോഭയെ ഇന്ന് തള്ളുന്നത്? ദേവസ്വം ബോർഡില് സർക്കാരിന്റെ ഏതെങ്കിലും കാണിക്കുണ്ടോ? ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാരിന് ഒരു പൈസ പോലും എടുക്കാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ നഴ്സറി പിള്ളേർക്ക് വരെ അറിയാം. എന്നാലും ഹിന്ദുക്കളെ മുഴുവൻ ഇളക്കി വിടാൻ വേണ്ടിയുള്ള നമ്മുടെ ശോഭച്ചിയുടെ ഒരു വെറൈറ്റി വർഗീയതയെ നടക്കട്ടെ. ബാക്കിയൊരു പറ കേക്കട്ടെ. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കോരന്റെയും കാളിയുടെയും സാധാരണ രാഘവേട്ടന്റെയും ഒക്കെ ഈ പോക്കറ്റിനകത്ത് കിടക്കുന്ന നാണയത്തുട്ടുകൾ, അതിവിടത്തെ ഈശ്വര സന്നിധിയിൽ ചെന്ന് നിന്നുകൊണ്ട് അർപ്പിക്കുന്ന കാണിക്ക, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദേവസ്വം വകുപ്പിൽ ഇരിക്കാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇവിടുത്തെ സന്യാസിമാരോടുള്ള അവഗണനയും അന്യായവും നിർത്തിക്കാൻ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറാകണം എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സത്രം ഒരെണ്ണം ഞാൻ പറഞ്ഞു വെക്കാം, സദസ്സൊഴിയുമ്പോൾ ചെന്നു കയറാൻ. തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു നിയമവും വേണ്ട. എന്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? രാജ്യത്തിലെ നിയമവ്യവസ്ഥയോട് യാതൊരു വിശ്വാസമില്ലാത്ത മതവിശ്വാസത്തിലാണ് അത്രേ വിശ്വാസം. ഗുരുവായൂരപ്പനാണ് ഇപ്പോ സുപ്രീം കോടതി. എന്തുവാകട്ടെ. അതെ, ഒരു കാര്യം കൂടി ശോഭയോട് ചോദിക്കാതെ വയ്യ കേട്ടോ.
അല്ല ശോഭ, എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ നിന്നിരുന്നു മണ്ടത്തരം പറയാൻ? തീർച്ചയായിട്ടും ഇത് അത്യന്തം ഖേദകരമാണ്. ഇത് സത്യത്തിൽ ആ കണ്ണാടിയുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഭാഷയായി കേട്ടോ. വേറെ എന്തോ കൂടി പറയാൻ വരുന്നുണ്ടല്ലോ. കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സനാതന മൂല്യത്തെ വെല്ലുവിളിച്ചു. ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം. എത്ര വേദനയാണ് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയത്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി രാജ്യത്തൊരു മീറ്റിങ്ങിന് വന്ന് നടന്നു പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയെ ചൂണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചിരിക്കുകയാണ്. അവർ ഉള്ളിൽ ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് എങ്ങനെയുണ്ടായി? അല്ല, രോഗമാണോ അത്? ഞാൻ പറഞ്ഞ എന്താണ്, ശബരിമലയെ തകർക്കാൻ വേണ്ടി സ്വന്തം ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി, പോലീസ് അധികാരത്തെ ഉപയോഗപ്പെടുത്തി വിശ്വാസമില്ലാത്ത സ്ത്രീകളെ മലകയറ്റിച്ചതിന്റെ അതിന്റെ ബാക്കി പത്രമായിട്ട് പലരും അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. ഇതിനെയാണ് അസൽ തെമ്മാടിത്തരം എന്ന് പറയുന്നത്. ഒരാളുടെ മരണത്തെയും ഒരാളുടെ രോഗാവസ്ഥയും ഒക്കെ ഇങ്ങനെ പുച്ഛിച്ച് സംസാരിക്കണമെങ്കിൽ മിനിമം ഒരു സംഖ്യയെങ്കിലും ആകണമെന്ന് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ കാണിക്കുകയാണ് കേട്ടോ. ശോഭ ഈ തെമ്മാടിത്തരം പറഞ്ഞതിന് മറുപടിയായിട്ട് ഒരു CPM കാരനും വാജ്പേയി മരിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ട് നരയിച്ചാണെന്നും, മനോഹർ പരീക്കർ മരിച്ചത് ക്യാൻസർ ബാധിച്ചാണെന്നും, അതുപോലെ തന്നെ നമ്മുടെ അവസാനം മരിച്ച സുഷമ സ്വരാജ് മരിച്ചത് ഹൃദയം പൊട്ടിയാണെന്നും, ഇതൊക്കെ സനാതന ധർമ്മത്തെ എതിർത്തത് കൊണ്ടാണെന്നും ഒരു CPM കാരനും പറയില്ല കേട്ടോ. കാരണം അവർക്ക് മാന്യതയുണ്ട്. വാർത്തയിൽ ഇടം നേടാനാണെങ്കിലും ഇങ്ങനെയൊന്നും പറഞ്ഞു കളിയല്ലേ പൊന്ന് മഞ്ഞളമ്മച്ചി എന്ന് പറയാതെ വയ്യ. ബാക്കി കൂടി പറ അമ്മച്ചി. ക്രിസ്ത്യൻ മതസമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രാർത്ഥന നടത്താൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ ഇസ്ലാം സമൂഹത്തിന് മക്കയിൽ പോയി അവരുടെ ആചാരവും അനുഷ്ഠാനവും നടത്താൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ ഈ ഭാരതത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് കുംഭമേളയിലേക്ക് വരാനും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കുംഭമേളയിൽ പോകണമെന്ന് ആഗ്രഹം തോന്നിയാൽ പോകാനും പങ്കെടുക്കാനും ഈ രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാ തുറന്നാൽ വർഗീയത മാത്രം പറഞ്ഞു. ഏത് ഈ നാട്ടിലെ ഒരു വിഭാഗത്തെ ഇളക്കി വിടാൻ വേണ്ടി കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സിന് ഇലക്ഷന് നിൽക്കുമ്പോൾ ജനങ്ങൾ നല്ല മറുപടി തന്ന് വീട്ടിലിരുത്താറില്ലേ ശോഭേച്ചി? ശോഭേച്ചിക്ക് എത്ര കിട്ടിയാലും ശോഭേച്ചി പഠിക്കില്ല. ശോഭേച്ചി അങ്ങനെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ നെഞ്ചിൽ കയറാം, കുതിര കയറാം, അവരെ എന്തും പറയാം, അധിക്ഷേപിക്കാം, അവരെ വെല്ലുവിളിക്കാം എന്നുള്ള ധാരണയോട് കൂടിയിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നയം വ്യക്തമാക്കണം. ഇത് കേട്ടാ തോന്നും ഹിന്ദുക്കളുടെ അട്ടിപ്പറാവകാശം മുഴുവൻ നമ്മുടെ ശോഭേച്ചിക്കും ശോഭേച്ചിയുടെ പാർട്ടിക്കും എഴുതി തന്നേക്കാണെന്ന്. അങ്ങനെ വല്ല തോന്നലുണ്ടെങ്കിൽ അത് വെറും തോന്നലാണ് കേട്ടോ. ചാണകം പൂശി അതെങ്ങനെയെങ്കിലും അങ്ങ് മാച്ചു കളഞ്ഞേക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ. സർവേബി സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു. ശോഭേച്ചിയുടെ സങ്കടം എല്ലാവർക്കും മനസ്സിലായി കാണും. വന്ന് നമ്മുടെ കേരളത്തിലെ BJP-ക്കാർക്കും ശോഭയെ വേണ്ട. അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ പുകില് മുഴുവൻ നാട്ടിലാണെങ്കിൽ പാട്ടാണ്. റിപ്പോർട്ടർ ചാനലിലെ അറിയാമല്ലോ നമ്മുടെ മുതലാളി എന്തൊക്കെയാ പാടിക്കൊണ്ട് നടക്കുന്നതെന്ന് കുറെ ഫോട്ടോസും പുറത്തു വിട്ടിട്ടുണ്ട്. എന്നാലും എന്റെ ശോഭയെ എവിടെയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. എല്ലാ ദിവസവും ഏറി കയറണമെന്ന് ഇങ്ങനെ പിടിവാശിയുള്ള ഒരു വനിതാ നേതാവിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കാരണം ഞാൻ ഇവിടെ ആയിരുന്നില്ല, ഞാൻ ഇപ്പൊ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഇതിനിടയിൽ ഒരു വികൃതൻ സുരേഷ് ഗോപിയെ പറ്റിയും ചോദിച്ചു ഒരു ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോ ഉമ്മടെ ശോഭാ സുരേന്ദ്രൻ ആകെ പകച്ചുപോയി കേട്ടോ. ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുന്ന ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നത്. ഉന്നത കുല ജാതർ ആര് എന്നാണ് ചില മാധ്യമ പ്രവർത്തകർ കൈരളിയുടെ റിപ്പോർട്ടർ ചോദിച്ചത്. അതിന് ഉത്തരം പറയാൻ കഴിയാതെ ശോഭാ സുരേന്ദ്രൻ നിന്നിരുന്ന് മെഴുകുന്നത് കാണണ്ടേ എന്നാ കണ്ടോട്. അല്ലല്ല, സുരേഷ് ഗോപി സാർ മന്ത്രിയാണ്. അദ്ദേഹം സംസാരിച്ചത് എന്താണ് എന്നും അതിന്റെ ഉത്തരം, അതായത് നിങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് തോന്നുന്നു എന്നിരിക്കട്ടെ, അദ്ദേഹം സംസാരിച്ച പോർഷനിൽ ഇന്ന ഭാഗത്ത് ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ വീണ്ടും ആ ചോദ്യം എന്നോട് ചോദിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി ചോദിക്കണം. എങ്ങനെ? ഞാനിപ്പോൾ അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ അത് കേട്ടിട്ടില്ല, ഞാൻ അത് വാർത്തയും കണ്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല, കാരണം ഞാൻ ഇവിടെ ആയിരുന്നില്ല. ഞാൻ ഇപ്പോൾ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഞാൻ ഇവിടെ വന്ന് എൻ്റെ മലയാളികളായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേരളത്തിലേക്ക് വന്നിരിക്കുക